ഹലോ, എല്ലാ കൂട്ടുകാർക്കും കറണ്ട് അഫയേഴ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ഏപ്രിൽ 19 തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യം ഏപ്രിൽ 19 പ്രത്യേകത എന്താണെന്നുള്ളതാണ്. ഏപ്രിൽ 19 എന്ന് പറയുന്നത് ലോക കരൾ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ദിവസമാണ് ഏപ്രിൽ 19. ലോക കരൾ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഏപ്രിൽ 19. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും ഏപ്രിൽ 19 ലോക കരൾ ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മനുഷ്യ ശരീരത്തിൻ്റെ കരളിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും ആളുകളെ ബോധവാന്മാരാക്കുന്നതിനുമായിട്ടാണ് എല്ലാ വർഷവും ഏപ്രിൽ 19 ലോക കരൾ ദിനമായിട്ട് ആചരിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യ ശരീരത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ അവയവമാണ് കരൾ. കരളെന്ന് പറയുന്നത് ദഹന വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ് കരളെന്ന് പറയുന്നത്. അപ്പോൾ ലോക കരൾ ദിനം ആചരിക്കുന്നത് ഏപ്രിൽ 19. അടുത്ത ചോദ്യം, ഒന്നിലധികം വാഹനങ്ങൾക്കായി ഒരു ഫാസ്ടാഗ് ഉപയോഗിക്കുന്നത് തടയാൻ വേണ്ടി സർക്കാർ ആരംഭിച്ച പദ്ധതി. അങ്ങനൊരു പദ്ധതിയുണ്ട്, അതിൻ്റെ പേരാണ് വൺ വെഹിക്കിൾ വൺ ഫാസ്ടാഗ്. ഒന്നിലധികം വാഹനങ്ങൾക്കായി ഒരു ഫാസ്ടാഗ് ഉപയോഗിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? വൺ വെഹിക്കിൾ വൺ ഫാസ്ടാഗ്. അടുത്ത ചോദ്യം, കേരളത്തിൽ പരീക്ഷണയോട്ടം നടത്തിയ ആദ്യ ഡബിൾ ഡക്കർ ട്രെയിൻ. കേരളത്തിൽ പരീക്ഷണയോട്ടം നടത്തിയ ആദ്യ ഡബിൾ ഡക്കർ ട്രെയിനാണ് ബംഗളൂരു കോയമ്പത്തൂർ ഉദയ് എക്സ്പ്രസ്. ബംഗളൂരു കോയമ്പത്തൂർ ഉദയ് എക്സ്പ്രസ് ആണ് കേരളത്തിൽ പരീക്ഷണയോട്ടം നടത്തിയ ആദ്യ ഡബിൾ ഡക്കർ ട്രെയിൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 2024 ഏപ്രിലിൽ പുരുഷ ഡിസ്കസ് ത്രോയിൽ പുതിയ ലോക റെക്കോർഡ് കുറിച്ച താരം. അത് നിക്കോളാസ് അലഗ്നയാണ്. 2024 ഏപ്രിലിൽ പുരുഷ ഡിസ്കസ് ത്രോയിൽ പുതിയ ലോക റെക്കോർഡ് കുറിച്ച താരം ചോദിക്കുകയാണെങ്കിൽ നിക്കോളാസ് അലഗ്ന. അടുത്ത ചോദ്യം, 2024 ഏപ്രിലിൽ ഇന്ത്യ അടക്കം വിവിധ രാജ്യങ്ങൾക്ക് ഈ വിസ സൗകര്യം ഏർപ്പെടുത്തിയ രാജ്യം. അത് ജപ്പാനാണ്. 2024 ഏപ്രിലിൽ ഇന്ത്യ അടക്കം വിവിധ രാജ്യങ്ങൾക്ക് ഈ വിസ സൗകര്യം ഏർപ്പെടുത്തിയ രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ജപ്പാനാണ്. ഇന്ത്യ കൂടാതെ മറ്റു പല രാജ്യങ്ങൾക്കും ജപ്പാൻ എന്ത് അനുവദിച്ചിട്ടുണ്ട്? ഈ വിസ സൗകര്യം അനുവദിച്ചിട്ടുണ്ട്. അതായത് ഓസ്ട്രേലിയ, കാനഡ, കംബോഡിയ, ബ്രസീൽ, സിംഗപ്പൂർ, ദക്ഷിണാഫ്രിക്ക, തൈവാൻ, UAE, അമേരിക്ക, UK, അതേപോലെ സൗദി അറേബ്യ, ഈ രാജ്യങ്ങൾക്കൊക്കെ എന്ത് അനുവദിച്ചിട്ടുണ്ട്? ജപ്പാൻ ഈ വിസ സൗകര്യം അനുവദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ഗ്രീസിലെ ഒളിമ്പിയയിൽ നടന്ന ചടങ്ങിൽ ഒളിമ്പിക് ദീപശിഖ പ്രകാശിപ്പിച്ച ഗ്രീക്ക് അഭിനേത്രിയാണ് മേരി മിന. ഗ്രീസിലെ ഒളിമ്പിയയിൽ നടന്ന ചടങ്ങിൽ ഒളിമ്പിക് ദീപശിഖ പ്രകാശിപ്പിച്ച ഗ്രീക്ക് അഭിനേത്രി അത് മേരി മിന. അടുത്ത ചോദ്യം, പരംവീർ ചക്ര ഗാർഡൻ സ്ഥാപിതമായത് എവിടെയാണ്? പരംവീർ ചക്ര ഗാർഡൻ സ്ഥാപിതമായത് അത് തമിഴ്നാട്ടിലാണ്. പരംവീർ ചക്ര ഗാർഡൻ സ്ഥാപിതമായത് തമിഴ്നാട്ടിലാണ്, തമിഴ്നാട്. അടുത്ത ചോദ്യം, സംസ്കൃത വിദ്യാഭ്യാസവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് അടുത്തിടെ ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം. അത് നേപ്പാളാണ്, നേപ്പാൾ. സംസ്കൃത വിദ്യാഭ്യാസം ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് അടുത്തിടെ ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് നേപ്പാളാണ്, നേപ്പാൾ. അടുത്ത ചോദ്യം, പരിക്കിനെ തുടർന്ന് പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് പിന്മാറിയ മലയാളി ലോങ് ജമ്പ് താരം. പരിക്കിനെ തുടർന്ന് പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് പിന്മാറിയ മലയാളി ലോങ് ജമ്പ് താരമാണ് M. ശ്രീശങ്കർ. പരിക്കിനെ തുടർന്ന് പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് പിന്മാറിയ മലയാളി ലോങ് ജമ്പ് താരം M. ശ്രീശങ്കറാണ്, M. ശ്രീശങ്കർ. അടുത്ത ചോദ്യം, സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള ഏർപ്പെടുത്തിയ പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായ സംവിധായകൻ. അത് ഹരിഹരനാണ്, ഹരിഹരൻ. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള ഏർപ്പെടുത്തിയ പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായ സംവിധായകനെ ചോദിക്കുകയാണെങ്കിൽ അത് ഹരിഹരൻ. അടുത്ത ചോദ്യം, 2024 മികച്ച ചിത്രത്തിനുള്ള വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡിന് അർഹനായത്. 2024 മികച്ച ചിത്രത്തിനുള്ള വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡിന് അർഹനായത് മുഹമ്മദ് സലേമാണ്, മുഹമ്മദ് സലേം. അടുത്ത ചോദ്യം, വാഹന അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് മദ്യത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു എന്ന കാരണത്താൽ നഷ്ടപരിഹാരം നിഷേധിക്കാനാകില്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. വാഹനാപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് മദ്യത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു എന്ന കാരണത്താൽ നഷ്ടപരിഹാരം നിഷേധിക്കാനാകില്ലെന്ന് പ്രഖ്യാപിച്ച കോടതി, അത് മറന്നു പോകരുത്, മദ്രാസ് ഹൈക്കോടതിയാണ്.
അടുത്ത ചോദ്യം, IPLൽ ഒരു സെഞ്ചുറിയും ഹാട്രിക് വിക്കറ്റ് നേട്ടവും കൈവരിച്ച മൂന്നാമത്തെ താരമായത് സുനിൽ നരൈനാണ്. IPLൽ ഒരു സെഞ്ചുറിയും ഹാട്രിക് വിക്കറ്റ് നേട്ടവും കൈവരിച്ച മൂന്നാമത്തെ താരം സുനിൽ നരൈൻ. അടുത്ത ചോദ്യം, T20യിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഇന്ത്യൻ ബാറ്റർ. T20യിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഇന്ത്യൻ ബാറ്ററാണ് രോഹിത് ശർമ്മ. ഓക്കെ, താങ്ക് യു.